ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഇപ്പോൾ കിട്ടുന്ന വാർത്ത, ലോർഡ്സ് ടെസ്റ്റിൽ ഇന്ത്യക്ക് തോൽവി. ഇന്ത്യ 170 റൺസിന് പുറത്തായി. ഇംഗ്ലണ്ടിന് 22 റൺസ് ജയം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിലായി. 4ാം ടെസ്റ്റ് ഈ മാസം 23 മുതൽ മാഞ്ചസ്റ്ററിൽ ആണ്. വിവരങ്ങളുമായി എസ് ലല്ലു ചേരുന്നു. ലല്ലു, ജയിക്കും എന്ന പ്രതീക്ഷ നൽകിയ കളിയാണ് 22 റൺസിന് തോറ്റിരിക്കുന്നത്. തീർച്ചയായും രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 192 റൺസിന് പുറത്തായപ്പോൾ ഈ ടെസ്റ്റ് ലോർഡ്സ് ടെസ്റ്റ് ഇന്ത്യ ചരിത്രമായതുമെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ 4ാം ദിവസമായി ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയുടെ 4 വിക്കറ്റുകളാണ് നഷ്ടമായത്. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഇന്നലെ പുറത്തായിരുന്നു. ഇന്ന് കളി തുടങ്ങുമ്പോൾ ഇന്ത്യക്ക് വേണ്ടത് 135 റൺസായിരുന്നു. ഒരു ദിവസവും 6 വിക്കറ്റിന് ശേഷിക്കെ 135 റൺസ് താരതമ്യേന വിജയിക്കാനാകും എന്ന് പ്രതീക്ഷിച്ച വിജയ ലക്ഷ്യമായിരുന്നു. പക്ഷെ കളിയുടെ ആദ്യത്തെ മണിക്കൂറിൽ തന്നെ കെ രാഹുലും ഋഷഭ് പന്തും അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറും പുറത്തായത് ഇന്ത്യയെ ഞെട്ടിച്ചു. തീരെ ചെറിയ സ്കൂളിലാണ് ഋഷഭ് പന്തും വാഷിംഗ്ടൺ സുന്ദറും പുറത്താകുന്നത്. അതിനുശേഷം രവീന്ദ്ര ജഡേജയും ജസ്പ്രീത് ബുംറയും ചേർന്ന കൂട്ടുകെട്ട്, അതായത് മുന്നേറ്റവും മധ്യനിരയും കളി മറന്നപ്പോൾ എങ്ങനെയാണ് ഇംഗ്ലണ്ട് ബോളർമാരെ നേരിടേണ്ടത് എന്ന് തെളിയിച്ചത് ജഡേജയും ബുംറയുമായിരുന്നു. 54 പന്തുകളാണ് ഇവർ രണ്ടുപേരും നേരിട്ടത്. ബുംറ പുറത്തതിനു ശേഷം വന്ന മുഹമ്മദ് സിറാജും വളരെ മനോഹരമായി തന്നെ ഇംഗ്ലണ്ട് ബൗളിംഗിന് നേരിട്ടു. കളി ഏതാണ്ട് ചായ സമയം കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് നിർഭാഗ്യകരമായ രീതിയിൽ സിറാജ് 10ാമനായി പുറത്താക്കുന്നത്. ബഷീറിന്റെ പന്ത് സിറാജിന്റെ ബാറ്റിൽ തട്ടി ഉരുണ്ട് സ്റ്റമ്പിലേക്ക് പോവുകയായിരുന്നു. വെയിൽ പറയുക, അതോടുകൂടിയാണ് 22 റൺസിന്റെ തോൽവി ഇംഗ്ലണ്ടിന് ഇന്ത്യക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഏതായാലും ക്രിക്കറ്റ് ചരിത്രത്തിൽ അല്ലെങ്കിൽ സമീപകാല ടെസ്റ്റ് ക്രിക്കറ്റിൽ കണ്ട ഏറ്റവും മികച്ച ഒരു ചെറുത്തുനിൽപ്പാണ് ഇന്ത്യൻ വാലറ്റും നടത്തിയത് എന്ന് അഭിമാനിക്കാം. ശരി, എസ് ലല്ലു ആണ് വിവരങ്ങൾ നൽകിയത്.